അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. അതായത് പെൻഷൻ നിങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് എന്ന്. പെൻഷൻ അത് അന്ന് കെ സി വേണുഗോപാലും പറഞ്ഞല്ലോ, പെൻഷൻ അതുവരെ പിടിച്ചു നിർത്തിയിട്ട് കൊടുക്കുക, കുടിശ്ശികയായിട്ട് കൊടുക്കുക, എന്നിട്ട് അതൊരു കൈക്കൂലി പോലെ ഉപയോഗിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അല്ല, അതിനകത്ത് ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസിന്റെ സമുന്നതരായിട്ടുള്ള നേതാവ് കെ സി വേണുഗോപാൽ ഈ നിയോജക മണ്ഡലത്തിൽ മാത്രം 44,000-ഓളം വരുന്ന പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട്. ആ മനുഷ്യരെ ആകെ കൈക്കൂലിക്കാർ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന സമീപനം ഉണ്ടായിട്ടുള്ളത്. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് ക്ഷേമ പെൻഷന്റെ ചരിത്രം എങ്ങനെയായിരുന്നു UDF-ന്റെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് LDF ഗവൺമെന്റ് അത് വർദ്ധിപ്പിക്കാൻ തയ്യാറായതിനെ സംബന്ധിച്ച് അത് ജനങ്ങൾക്ക് ഗുണകരമായ വിധം ലഭ്യമാക്കുന്നതിന് ഇടപെടൽ നടത്തിയതിനെ കുറിച്ചൊക്കെ ഈ നാട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വെറുതെ ചിരിപ്പിക്കരുത്. സ്വാഭാവികമായും ഈ നാട്ടിലെ മനുഷ്യരെ സംബന്ധിച്ച് ഈ നാട്ടിലെ 2500 രൂപ നൽകാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 10ാമത്തെ വർഷത്തിലേക്ക് കിടക്കണേ. എവിടെ 1600 ഇടതുപക്ഷത്തിന് അറിയുമെങ്കിൽ നിങ്ങൾ വെറുതെ കള്ളപ്പടി പറയരുത്. നിങ്ങളെ 3 മാസം UDF സർക്കാർ പെൻഡിങ് വെച്ചത് നിങ്ങൾ 18 മാസം പെൻഡിങ് വെച്ചതാണ് പച്ച കളവ് പറഞ്ഞ് ഈ പാവപ്പെട്ട 50 രൂപയല്ലേ നിങ്ങൾ ഒരു ദിവസം കൊടുക്കുന്നത്? 2016 ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ മുൻപിലേക്ക് വെച്ച പ്രകടന പത്രികയുണ്ട്. അത് പൂർണ്ണാർത്ഥത്തിൽ പൂർത്തീകരിച്ചിട്ട് 2016 നിങ്ങൾ കൊടുക്കുന്ന പെൻഷന്റെ മൂല്യവും ഇന്ന് വിലക്കയറ്റം സംഭവിച്ചതിന്റെ മൂല്യവും 30 രൂപ വിലക്കയറ്റം 1 കിലോ അരിക്ക് വന്നിട്ട് നിങ്ങൾ കൊടുത്ത പെൻഷന്റെ വില പറഞ്ഞിട്ട് ഇവിടെ ഒരു കാര്യമല്ല. എന്താ ഉറക്കം വരുന്നു. പിന്നെ പെൻഷൻ എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ അവകാശമാണ്, നിങ്ങൾ ഔദാര്യമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ചെറുട്ടമാ. അത് ഈ പെൻഷൻ കൊണ്ടുവന്നത് UDF ഗവൺമെന്റ് ആണ്. ഈ തുടക്കം മുതൽ അത് കൊണ്ടുവന്ന് ഇവിടെ ഒരു ചോദ്യം കൂടി മാറ്റി പറയാൻ പറ്റൂ, എനിക്കിങ്ങനെ അറിയുള്ളൂ. ഇപ്പൊ ഭായിമാരായിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടല്ലോ. VP സിംഗിന്റെ കാര്യം പറഞ്ഞു. BJP-കാരം എങ്ങനെ നിങ്ങൾ തോളി പിടിച്ച് ബിസ്ക്കറ്റും നണ്ടി നിന്നത്? അവിടെ 197 സീറ്റുള്ള കോൺഗ്രസിനെ മാറ്റി നിർത്തിയിട്ട് 143 സീറ്റുള്ള ജനതാദളിനെ കൂട്ടിപ്പിടിച്ചിട്ട് നിങ്ങൾ 33 സീറ്റുള്ള CPM-ഉം 12 സീറ്റുള്ള CPI കൂടിയിട്ട് ഭരണം നടത്തി ഇല്ലേ? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഈ രാജ്യത്തെ ആ വർഗീയത ഇപ്പോഴും കാണുന്നത് നിങ്ങളാണ്. വർഗീയത്തിന്റെ തുടക്കം കുറിച്ചത് ഈ പഞ്ചായത്തിൽ ഒരു മെമ്പർ സൃഷ്ടിച്ചത് നിങ്ങളാണ്. ഇസ്ലാമിന്റെ മെമ്പർ സൃഷ്ടിച്ചത് നിങ്ങളാണ്. അറിയില്ലെങ്കിൽ നിങ്ങളെ നേതാക്കന്മാർ ഇവരെ രണ്ടാം പെണ്ണ് കെട്ടിയോന്റെ സ്ഥിതിയാ. ഇവരെ സ്വഭാവം ഒപ്പം കൂടുമ്പോ ഇവരെ സ്വന്തമാണ്. തലാക്ക് പിരിച്ചാ ഓക്കില്ലാത്ത കുറ്റൊന്നും ഉണ്ടാവില്ല. ഈ സ്വഭാവമാണ് നിനക്ക്. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ഞങ്ങളെ ഈ നാട്ടിലെ പെൻഷൻ ഉൾപ്പെടെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങള് ഈ നാട്ടിലെ ജനങ്ങളുടെ അവകാശമാണ് എന്ന് തന്നെ കണ്ടുകൊണ്ട് കൃത്യതയോടുകൂടി ജനങ്ങൾക്ക് ലഭ്യമാകണം എന്ന നിലപാടെടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.